ചന്ദ്രയുടെ ഇവിടെ ഇല്ല. അബുവിന്റെ വീട്ടിൽ ആ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് ആരാണ്? എനിക്കറിയില്ല. നിനക്കറിയില്ല? ഇല്ല. അറിയില്ലേ? ആരാണ് ഒളിപ്പിച്ചു വെച്ചത്? എനിക്കറിയില്ല. ആരാണ് ഒളിപ്പിച്ചു വെച്ചത്? ഇന്നലെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത അബുവിനെ വിട്ടേക്കണം. അബുവിന്റെ വീട്ടിൽ ആ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഇവനാണ്. കരുതിക്കുട്ടി ആ പാവത്തെ കൊടുക്കാൻ വേണ്ടി. ശരിയാണോ ചാർലി? പറ. അതെ. എന്തിനു വേണ്ടി? ദാസേട്ടൻ പറഞ്ഞതുകൊണ്ട്. ഞാനോ? അതെ. യു ബ്ലഡി ബ്രോത്തനാദാസ്. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്വീകരിക്കുന്ന പോലെ തന്നെ ചാർലിയുടെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് സ്വീകരിച്ചേ പറ്റൂ. പക്ഷെ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയില്ല ഇൻസ്പെക്ടർ, ഒരിക്കലും. കാരണം അത് സത്യമല്ല. തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിലോ? അബുവിന്റെ വീട്ടിൽ മാത്രമല്ല, വേറെ എവിടെയൊക്കെ നിങ്ങൾ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇമ്പോസിബിൾ. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ഞാൻ അവകാശപ്പെടാറുള്ളൂ. തുളസി. മിസ്റ്റർ താരാദാസ്, പ്ലീസ് വരൂ, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. സത്യമേത് അസത്യമേതെന്ന് അപ്പോഴറിയാമല്ലോ. മിസ്റ്റർ താരാദാസ്, നിങ്ങളുടെ അറിവോട് കൂടിയായാലും അല്ലെങ്കിലും സാധനങ്ങൾ ഇവിടെ നിന്ന് കണ്ടെടുത്ത സ്ഥിതിക്ക് എനിക്ക് ഇവരെ കൂടി കസ്റ്റഡിയിൽ എടുത്താൽ മതിയാവും. ഇതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഞാൻ ഇപ്പോഴും നിഷേധിച്ചാൽ ഇവരെ കസ്റ്റഡിയിൽ എടുക്കാമെന്നല്ലാതെ എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ ഇൻസ്പെക്ടർ? അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടാൽ ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവങ്ങളും അബുവും അകത്താവും. നോ ഇൻസ്പെക്ടർ, ഞാനത് അനുവദിക്കില്ല. ഞാൻ സമ്മതിക്കുന്നു. അബുവിന്റെ വീട്ടിലും ഇവിടെ ഈ ചായക്കടയിലുമെല്ലാം സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് ഞാനാണ്. ഇവർക്കിതിൽ യാതൊരു പങ്കുമില്ല. പറയുന്നതിന്റെ കോൺസിക്വൻസസ് മനസ്സിലായിക്കൊണ്ടാണോ നിങ്ങൾ ഇത് ഏറ്റെടുക്കുന്നത്? ഡെഫിനറ്റ്ലി. ഒരക്ഷരം പോലും വിടാതെ ഞാനിത് എവിടെ ആവർത്തിക്കാം. പക്ഷേ ഇവരെ കസ്റ്റഡി എടുക്കരുത്. അബുവിനെ വിട്ടേക്കണം പ്ലീസ്. ഇൻസ്പെക്ടർ സാറേ, ദാസം കുഞ്ഞല്ല, ഞാനാ ഇതൊക്കെ ചെയ്തത്. ഞാനാണ്. ഇല്ല സർ, ഞാനാണ്. ഞാനാണ് സാർ. ഇല്ല സാർ, ഞാനാണ് സാർ. ഇല്ല സാർ, ഞാനാണ്. ഞാനാണ് സാർ. ഞാനാണ് സാർ. നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം തന്നെ ധാരാളമാണ്. പക്ഷേ നിങ്ങളുടെ ബലിയാടുകളാക്കി എനിക്ക് രക്ഷപ്പെടണ്ട. ഇൻസ്പെക്ടർ, എന്നെ കസ്റ്റഡിയിലെടുക്കും. മിസ്റ്റർ താരാദാസ്, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാന്യനായ കുറ്റവാളി നിങ്ങളാണ്. അതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വാചകത്തിന്റെ ആദ്യ ഭാഗം മാത്രം ഞാൻ സ്വീകരിക്കുന്നു. Come on. ആ ദാസൻ കയറി സ്വയം പിടികൊടുത്തില്ലെങ്കിൽ ഞാൻ പെട്ടുപോയതിനെ ചെന്നു. പോടാ, ദാസന്റെ വലിപ്പം കൊണ്ടെന്ന് പറയാൻ നീ രക്ഷപ്പെട്ടത് തുളസിയുടെ മിടുക്കൊണ്ടാണ്. അത് നേരാണ്. നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. ദാസനെ പിടികിട്ടിയതോടെ
ഇനി അവന്മാരുടെ നോട്ടപ്പുള്ളികൾ നമ്മളാവും. വല വീശാൻ തുടങ്ങുന്നതിന് മുമ്പേ രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. പക്ഷെ അതെങ്ങനെ സാധിക്കും? ചാർലി, ഞാൻ ഈ രംഗത്ത് വന്നത് കുറച്ച് വൈകിയാണെങ്കിലും താരാശങ്കറിന്റെ മകനാണ് ഞാനെന്ന് നീ മറന്നു. നാളെ വൈകിട്ട് 5 മണിക്ക് പത്തേമാരി വരും. എല്ലാ സാധനങ്ങളും നമുക്ക് അങ്ങോട്ട് മാറ്റണം. നാളെ നമ്മളിവിടം വിടുന്നു. പക്ഷെ പോലീസുകാരെങ്ങനെ ഇതറിഞ്ഞു വന്നാൽ? പോരാ, ഒന്നും കാണാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നു. പത്തേമാരി കാഴ്ചവട്ടത്തിൽ നിന്ന് മറയുന്നത് വരെ പോലീസുകാരുടെ ശ്രദ്ധ നമ്മൾ നകറ്റിയെടുത്താൻ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. കൊച്ചിയിലേക്ക് പോകാനായി ദാസനെ വൈകിട്ട് ജീപ്പിൽ കൊണ്ടുപോകും. പക്ഷേ ദാസൻ കൊച്ചിയിലെത്തില്ല. അത് ഞാൻ നോക്കിക്കൊള്ളാം. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് അവർ സാധനങ്ങളെല്ലാം പത്രന്മാരിൽ കയറ്റി കഴിയുക. ഞാനവിടെ ഉണ്ടാവും. ആ സമയത്ത് അവിടെ എത്തിയാൽ എല്ലാം ചേർത്ത് ഒരുമിച്ച് അവരെ കീഴടക്കാം. ദാസം കുഞ്ഞും കൂടെ ഇല്ലാണ്ടായാൽ നമ്മൾ ആകെ തകർന്നു പോകും. ഇതാ ചന്ദ്രനും ചാർലിയും കൂടി ഒപ്പിച്ച പണിയാ. നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂടാ. നമുക്ക് വേണ്ടിയാ ദാസേട്ടൻ പിടികൊടുത്തത്. അബുവിനെ വിട്ടല്ല. ദാസേട്ടനെ വൈകിട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. ജീപ്പിലാ കൊണ്ടുപോകുന്നത്. എന്നെ വിട്ടയക്കുമ്പോൾ അടുത്ത മുറിയിൽ അവർ പറയുന്നത് കേട്ടതാ. ഇത് പറ്റിയ അവസരമാണ്. ദാസേട്ടനെ ജീപ്പിൽ കൊണ്ടുപോകുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടി ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് വണ്ടി തടയണം. വണ്ടിയുമായി ഞാനാ നേരത്തെ അവിടെ എത്താം. എങ്ങനെ നമുക്ക് ദാസം കുഞ്ഞിനെ രക്ഷപ്പെടുത്താം? വരൂ. മാരിയിൽ അവരെല്ലാ സാധനങ്ങളും കയറ്റി കഴിഞ്ഞ് നമ്മൾ അവരെ പണയാവും. യെസ്. എന്ത്? ആളുകൾ ജീപ്പ് പറഞ്ഞോ? എവിടെ? ഞാനിതാ വരുന്നു. എന്ത് അനാവശ്യമല്ല ദാസേട്ട. അതും ഇപ്പോ ഒരു വണ്ടിയുമായിട്ട് വരും. ദാസേട്ട എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെടും. ഇല്ലെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെയല്ല. ദാസേട്ടൻ രക്ഷപ്പെട്ടേ മതിയാവും. ചന്ദ്രനും ചാർലിയും കൂടി ഇതേവരെ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളുമായി ഇന്ന് വൈകുന്നേരം പത്തേമാരിൽ രക്ഷപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ആരോട്? ചേരിയിലെ ആൾക്കാരിൽ ചിലരാണ് പത്തേമാരിലേക്ക് സാധനം കയറ്റിക്കൊണ്ടിരിക്കുന്നത്.
തുളസി വന്നാൽ വേണ്ടത് സ്വീകരിക്കണമെന്ന് എന്നെ പ്രത്യേകം പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തേക്ക് വരും. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അങ്ങനെയല്ല, പുറത്ത് മറ്റുള്ളവർ കാണാൻ പാകത്തിലൂടെ നിൽക്കുന്നത് അപകടമാണ്. വരൂ. Can I help you? എന്താ പരിഭ്രമം തോന്നുന്നു? കയ്യിന്ന് വിടൂ. ദാസനെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചുള്ള പ്രതിഫലം വാങ്ങാൻ വന്നതല്ലേ? ആ കൂട്ടത്തിൽ പോലീസ് ഞങ്ങളെ ഒറ്റക്കൊടുക്കാൻ ശ്രമിച്ചതിനുള്ള പ്രതിഫലം കൂടി വാങ്ങണ്ടേ? അവസാന നിമിഷത്തിലാണെങ്കിലും ഞങ്ങളത് മനസ്സിലാക്കി. കൃത്യസമയത്തോടെ വന്നെത്താമെന്നേറ്റ പോലീസിനായിരിക്കും നോക്കുന്നത്. നോ, അവർ വരില്ല. അവർക്ക് വരാൻ കഴിയില്ല. കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആക്രമിക്കപ്പെട്ട ദാസന്റെ പുറകിലായിരിക്കും പോലീസുകാരിപ്പോൾ. എന്നെ തോൽപ്പിക്കാൻ ശപഥം ചെയ്തിറങ്ങിയ തുളസി ഒടുവിൽ എത്തിപ്പെട്ട സ്ഥലം കൊള്ളാം. എന്റെ നാശം കാണാനുള്ള ആവേശത്തിൽ തുളസി ഒരു കാര്യം മറന്നുപോയി. തുളസി ഒരു പെണ്ണാണെന്ന്, വെറും പെണ്ണാണെന്ന്.
രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും അതാകാം. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി. ദാ ഇവർ നിങ്ങളെ പിടിച്ചു കെട്ടി കടലിലെറി. അത്രയ്ക്ക് ഇവരെന്നെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം എന്നെ പോലെയുള്ളവർ എങ്ങനെ നേടിയെടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, ഇവിടുത്തെ ഗവൺമെന്റ്. ഞാൻ മനസ്സിലാക്കുന്നു താരാദാസ്, അല്ല ദാസ്. ജനങ്ങളുടെ വികാരങ്ങളെ, അവരുടെ ദുഃഖങ്ങളെ എന്നിവിടുത്തെ ഗവൺമെന്റ് മനസ്സിലാക്കുന്നു, അന്നേ നിങ്ങളെപ്പോലുള്ളവരെ ഞങ്ങൾക്ക് കീഴടക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ കീഴടങ്ങിയിരിക്കുകയാണ്. ഒരിക്കലും എനിക്കതിൽ അഭിമാനിക്കാൻ വകയില്ല. ഞാൻ പോയിട്ട് വരാം. ആരുടെയും വരുതിയിൽ നിൽക്കാതെ സ്വന്തം അധ്വാനം വിട്ട് ജീവിക്കാനുള്ള വക ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ വരട്ടെ. തുളസി, നിന്റെ രാജേട്ടനെ എന്റെ കൺമുന്നിൽ വെച്ച് ഇവർ ഇന്ത്യൻ ചായക്കൊല്ലുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. രക്ഷപ്പെടുത്താൻ വരെ പദ്ധതികളൊന്നുമില്ലായിരുന്നു. പിന്നെ രാജേഷിന് കാണിക്കാവുന്ന ഏറ്റവും വലിയ ദയവ് അവനെ കൊല്ലുകയായിരുന്നു. തുളസി, ദാസേട്ടാ,